ഇന്ന് വലിയ കാര്യമായിട്ട് പ്ലാനിങ് ഒക്കെ നടത്തി 2 ടൈപ്പ് ക്ലേയും എടുത്തോണ്ട് വന്ന് അത് രണ്ടും പുറത്തെടുത്ത് വെച്ചിട്ട് കാര്യമായിട്ട് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത്. ആദ്യമേ പ്ലാൻ ചെയ്ത പോലെ തന്നെ വെള്ള ക്ലേ വെച്ചിട്ട് ഒരു എൻവലപ്പ് ഉണ്ടാക്കി എടുക്കലാണ് ഈ കാണുന്നത്. എൻവലപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് പാടായിരിക്കും എന്ന്. പക്ഷെ വിചാരിച്ചതിനേക്കാളും ഒക്കെ കുറച്ച് എൻവലപ്പ് ചെറുതായി പോയെങ്കിലും സംഭവം നല്ല ക്യൂട്ടായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റി. ആ മഞ്ഞ ക്ലേ എടുത്ത് വെച്ചതേ ഫ്ലവർ ഉണ്ടാക്കി എടുക്കാനായിട്ടായിരുന്നു. ഈ ഒരു ക്ലേ വെച്ചിട്ടുള്ള ക്രാഫ്റ്റിംഗിൽ മുഴുകിപ്പോയത് കൊണ്ട് ആ മഞ്ഞ ക്ലേ പുറത്തെടുത്ത് വെച്ച കാര്യവേ മറന്നുപോയിട്ടുണ്ടായി. എന്റെ പ്ലാനിങ് പ്രകാരം ശരിക്കും പറഞ്ഞ മഞ്ഞ വെച്ചിട്ട് കംപ്ലീറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാന്നായിരുന്നു. അതാവുമ്പോ നമുക്ക് വേറെ പെയിന്റ് ഒന്നും അടിച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്താണേലും പ്ലാനിങ് അടിമുടി ചീറ്റി പോയത് കൊണ്ട് നമുക്ക് ഫ്ലവേഴ്സിനെല്ലാം വേറെ വേറെ കളേഴ്സ് അടിച്ചെടുക്കാം. എന്താണേലും പെയിന്റിങ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ചില പ്ലാനിങ് ഒക്കെ ചീറ്റി പോകുന്നത് നല്ലതാണ്. ആദ്യമേ ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഇവിടെ എല്ലാ ഫ്ലവേഴ്സിനും മഞ്ഞയായിരുന്നെങ്കിൽ ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പെയിന്റ് എല്ലാം അടിച്ച് അത് ഉണങ്ങി വന്നപ്പോഴേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്ലവേഴ്സിന് മാത്രം ഗ്ലോസ് അടിച്ചു കൊടുത്തിട്ടുണ്ടായി. ഫൈനൽ ലുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ പോരട്ടെ.